നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ താലൂക്ക് ഇപ്പോഴും കടലാസിൽ. മുഖ്യമന്ത്രിയുടെ ഉറപ്പ് പാഴ്വാക്കാകില്ലെന്ന പ്രതീക്ഷയിൽ ജനങ്ങൾ. ചെറുകുന്ന, താവം, പുന്നച്ചേരി പ്രദേശങ്ങളിൽ ജപ്പാൻ കുടിവെള്ളം കിട്ടാക്കനിയെന്ന് നാട്ടുകാർ. നവംബർ 25 ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര അക്രമവിരുദ്ധ ദിനം. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പഴയങ്ങാടി എരിപുരത്തെ നടുറോഡിൽ ഇലക്ട്രിക് പോസ്റ്റ് സ്ഥാപിച്ചത് അപകടങ്ങൾക്ക് കാരണമാകുന്നു. കവ്വായി കായൽ ലോക തണ്ണീർത്തട പട്ടികയിലേക്ക്. കായൽ സംരക്ഷണത്തിന് സംസ്ഥാന സർക്കാർ 1.20 കോടി അനുവദിച്ചു. വാർത്തകൾ വിശദമായി. പയ്യന്നൂരിലെ ജനങ്ങൾക്ക് ആഹ്ലാദം പകർന്ന് കഴിഞ്ഞ ജൂൺ 2 മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ച പയ്യന്നൂർ താലൂക്ക് ഇപ്പോഴും കടലാസിൽ മാത്രം. നടപടിക്രമങ്ങൾക്ക് ഒച്ചിന്റെ വേഗതയെന്നും ആക്ഷേപം. പയ്യന്നൂരിലെ ജനങ്ങൾക്ക് ആഹ്ലാദവും സന്തോഷവും പകർന്ന് കഴിഞ്ഞ ജൂൺ 2 കണ്ണൂരിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ച പയ്യന്നൂർ താലൂക്ക് ഇപ്പോൾ കടലാസിൽ ഒതുങ്ങുകയാണ്. അധികം വൈകാതെ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രിയും പയ്യന്നൂരിലെത്തിയ റവന്യൂ മന്ത്രി അടൂർ പ്രകാശും പറഞ്ഞുവെങ്കിലും ഇക്കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. കഴിഞ്ഞ മാസം 3 പയ്യന്നൂരിൽ സിവിൽ സ്റ്റേഷൻ ഉദ്ഘാടന വേളയിലാണ് താലൂക്ക് ഉടൻ യാഥാർത്ഥ്യമാക്കുമെന്നും സിവിൽ സ്റ്റേഷനിൽ താലൂക്ക് ഓഫീസ് പ്രവർത്തിക്കാനാവശ്യമായ സ്ഥലം ഒഴിച്ചിടണമെന്നും റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് പറഞ്ഞത്. എന്നാൽ ഇത് കഴിഞ്ഞ് 1.5 മാസം പിന്നിടുമ്പോഴും താലൂക്കിനാവശ്യമായ സാമ്പത്തിക ബാധ്യത കണക്കാക്കിയിട്ടില്ലെന്നാണ് സൂചന. റവന്യൂ വകുപ്പ് ഇക്കാര്യത്തിൽ അനുകൂലമായ നിലപാട് സ്വീകരിച്ചുവെങ്കിലും വലിയ ഭാഗം നടപടിക്രമങ്ങൾ പിന്നെയും ബാക്കിയാണ്. പുതുതായി താലൂക്കിനാവശ്യമായ സാമ്പത്തിക ബാധ്യത കണക്കാക്കിയ ശേഷം ധനകാര്യ വകുപ്പിന്റെ അനുമതി ആവശ്യമാണ്. ധനകാര്യ വകുപ്പിന്റെ അനുമതി ലഭിച്ചതിന് ശേഷം മുഖ്യമന്ത്രിയുടെ അനുമതിയും ഇക്കാര്യത്തിൽ ആവശ്യമാണ്. ഈ നടപടിക്രമങ്ങൾ കഴിയുമ്പോഴേക്കും മാസങ്ങൾ തന്നെ കഴിഞ്ഞെന്നു വരാം, പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാരിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ധനകാര്യ വകുപ്പിന്റെ ചുമതല കൂടി മുഖ്യമന്ത്രിക്കായതിനാൽ ഇക്കാര്യത്തിൽ വേഗതയാണ് ഉണ്ടാകേണ്ടതെങ്കിലും അതുണ്ടാകാൻ വഴിയില്ലെന്നാണ് ആരോപണം. താലൂക്ക്, RT ഓഫീസ് തുടങ്ങി നിരവധി ഓഫീസുകളാണ് താലൂക്ക് യാഥാർത്ഥ്യമാകുമ്പോൾ പുതുതായി വരേണ്ടത്. വലിയ സാമ്പത്തിക ബാധ്യത അതുവഴി സർക്കാരിന് ഉണ്ടായേക്കാം. മാത്രമല്ല ഈ ഓഫീസുകൾക്കായി നിലവിൽ പയ്യന്നൂരിൽ കെട്ടിട സൗകര്യങ്ങളുമില്ല. ഇതിനെല്ലാം ഉപരിയായി തളിപ്പറമ്പ്, കണ്ണൂർ താലൂക്കുകളെ വിഭജിച്ച് വേണം പയ്യന്നൂർ താലൂക്ക് രൂപീകരിക്കാൻ. ഇതിനുള്ള സമയവും കണ്ടെത്തേണ്ടതുണ്ട്. ഈ നടപടിക്രമത്തിലെ സങ്കീർണതകൾ പൂർത്തീകരിക്കാൻ വലിയ കാലതാമസം തന്നെ ഉണ്ടായേക്കാം. ജീവനക്കാരുടെ നിയമനം സംബന്ധിച്ച പ്രശ്നങ്ങൾ വേറെയുമുണ്ട്. ഇതെല്ലാം പരിഗണിച്ചാൽ ഈ സർക്കാരിന്റെ കാലാവധി അവസാനിക്കുമ്പോഴേക്കും പയ്യന്നൂർ താലൂക്ക് നടപ്പിലാക്കാൻ സാധ്യതയില്ലെന്നാണ് ലഭിക്കുന്ന സൂചന. മലയോരത്തെ ജനങ്ങൾ തളിപ്പറമ്പിലെ താലൂക്ക് ഓഫീസിനെയും അനുബന്ധ സർക്കാർ ഓഫീസുകളെയുമാണ് ഉപയോഗിക്കുന്നത്. ഇതിനെല്ലാം പരിഹാരം പയ്യന്നൂർ താലൂക്ക് മാത്രമാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ചെറുകുന്ന്, താവം, പുന്നച്ചേരി പ്രദേശങ്ങളിൽ പണമടച്ചിട്ടും ജപ്പാൻ കുടിവെള്ളം ലഭിക്കുന്നില്ലെന്ന് ആക്ഷേപം. പൈപ്പ് സ്ഥാപിച്ചതിലെ അശാസ്ത്രീയതയാണ് കുടിവെള്ളത്തിനായുള്ള ജനങ്ങളുടെ കാത്തിരിപ്പ് തുടരാൻ കാരണം. ചെറുകുന്ന് പഞ്ചായത്തിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമാണ് താവം, പുന്നച്ചേരി പ്രദേശങ്ങൾ. പഞ്ചായത്തിന്റെ പൈപ്പ് വെള്ളമാണ് ഇവർക്ക് ഏക ആശ്രയം. ഇത് എല്ലായ്പ്പോഴും കിട്ടാറില്ല. പ്രദേശത്ത് ജപ്പാൻ കുടിവെള്ള പദ്ധതി പ്രകാരം കുടിവെള്ള വിതരണം ആരംഭിച്ചാൽ ഇവരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകും. ഇതിനായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ജപ്പാൻ കുടിവെള്ളം ലഭിക്കാനായി 5000-ഓളം രൂപ അടച്ച് 8 മാസമായി കാത്തിരിക്കുന്നു. ജപ്പാൻ കുടിവെള്ള പദ്ധതിക്കായി റോഡിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥാപിച്ച പൈപ്പ് റോഡിനടിയിൽ കൂടിയായതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത്. ഈ KSTPന്റെ റോഡ് അക്വയർ ചെയ്തതിന് ശേഷമാണ് വാട്ടർ സപ്ലൈൻ്റെ പൈപ്പ് ഇട്ടത്. ആ സമയത്ത് എന്തുകൊണ്ട് ഈ പൈപ്പ് ഇടുന്ന സമയത്ത് ഈ KSTPന്റെ ആളോ
അല്ലെ വാട്ടർ സപ്ലൈൻ്റെ ആളോ ഇത് നോക്കിയില്ല, ശ്രദ്ധിച്ചില്ല. റോഡിൻ്റെ മേലെ ഈ റോഡിൻ്റെ അടിയിലേക്കൂടി എന്തൊക്കെ പോയിട്ടുണ്ട് സാധനം അറിയാൻ വേണ്ടിയിട്ട് KSTP സ്ഥലം സ്കാൻ ചെയ്തിരിക്കുന്നു. അന്നേരം ഇവർ പൈപ്പ് കണ്ടിട്ടില്ലേ? പൈസ വാങ്ങിപ്പോയിട്ട് 8 മാസമായി, എന്നിട്ട് ഇതുവരെ വെള്ളം കിട്ടിയിട്ടില്ല. വെള്ളത്തിന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ആടത്തെ എന്നാന്ന് റോഡിന് പണി പൂർത്തിയാകാനുണ്ട്, അതുകൊണ്ട് വെള്ളം തരൂല എന്നാണ് പറയുന്നത്. പഞ്ചായത്ത് പൈപ്പിൽ വരുന്നതുകൊണ്ട് ഇങ്ങനെ എടുക്കുന്നു. അതും കുറേ ഒരാഴ്ചയിലേറെയായി ഇപ്പം വെള്ളമില്ലാത്ത. കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുമ്പോൾ അധികൃതരുടെ അനാസ്ഥ വ്യാപക പ്രതിഷേധത്തിന് കാരണമാകുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കാസർഗോഡ് റവന്യൂ ജില്ലാ കായികമേളയ്ക്ക് വ്യാഴാഴ്ച തുടക്കമാകും. പിലിക്കോട് പഞ്ചായത്ത് മൈതാനിയിൽ നടക്കുന്ന മേളയുടെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഹരിചന്ദ്രൻ നായിക് നിർവഹിക്കും. ക്രോസ് കൺട്രി മത്സരത്തോടെയാണ് മേള ആരംഭിക്കുക. ട്രാക്കിലും ഫീൽഡിലും വിദ്യാർത്ഥികളുടെ കായിക കുതിപ്പ് പ്രകടമാക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് വ്യാഴാഴ്ച തുടക്കമാകും. രാവിലെ ക്രോസ് കൺട്രി മത്സരങ്ങളും വൈകുന്നേരം ദീപശിഖ പ്രയാണവുമാണ് നടക്കുക. പിലിക്കോട് പഞ്ചായത്ത് കാലിക്കടവ് മൈതാനിയിലാണ് കായികമേള അരങ്ങേറുക. 7 ഉപജില്ലകളിൽ നിന്നുമായി സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി 2000-ഓളം കായിക താരങ്ങളാണ് മേളയിൽ വിവിധ ദിവസങ്ങളിലായി മാറ്റുരയ്ക്കുന്നത്. വ്യാഴാഴ്ച ഉച്ചയോടെ മത്സരാർത്ഥികളുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. വ്യാഴാഴ്ച രാവിലെ 7-ന് കായികമേളയുടെ ആധീനമായ ക്രോസ് കൺട്രി മത്സരങ്ങൾ ആരംഭിക്കും. തൃക്കരിപ്പൂർ കൊയോങ്കര മൃഗാശുപത്രി പരിസരത്തു നിന്നും ആൺകുട്ടികൾ കാലിക്കടവിലേക്ക് 5 കിലോമീറ്ററും നടക്കാവിൽ നിന്ന് പെൺകുട്ടികൾ 3 കിലോമീറ്ററും ദൂരമാണ് മത്സരിക്കുക. മൈതാനിയിൽ തെളിയിക്കാനുള്ള ദീപശിഖ കാസർഗോഡ് BEM സ്കൂളിൽ നിന്നും പുറപ്പെട്ട് വൈകിട്ട് 4-ന് കാലിക്കടവിൽ എത്തിച്ചേരും. ദേശീയ താരങ്ങളായ അത്ലറ്റുകളുടെ നേതൃത്വത്തിൽ സ്റ്റേഡിയത്തിൽ ദീപശിഖ കൊളുത്തും. 27-ന് രാവിലെ 8:30-ന് ദീർഘദൂര ഓട്ട മത്സരങ്ങളോടെയാവും തുടക്കം. 10:30-ന് DDE ഇൻചാർജ് PK രഘുനാഥ് പതാക ഉയർത്തും. വിവിധ ഉപജില്ലകളുടെ ബാനറിന് കീഴിൽ വിദ്യാർത്ഥികളുടെ മാർച്ച് പാസ്റ്റും നടക്കും. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി എം ഹരിചന്ദ്രൻ നായിക് മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് TV ശ്രീധരൻ അധ്യക്ഷനാകും. കഴിഞ്ഞ വർഷം സംസ്ഥാന തലത്തിൽ മത്സരിച്ച് മികച്ച പ്രകടനം കാഴ്ചവെച്ച കായിക താരങ്ങളെ ഉദ്ഘാടന യോഗത്തിന്റെ ഭാഗമായി അനുമോദിക്കും. പിരിയുന്ന കായികാധ്യാപകരെയും വിരമിച്ച കായികാധ്യാപകരെയും ചടങ്ങിൽ ആദരിക്കുന്നുണ്ട്. ഇത്തവണ ആദ്യമായി 400 മീറ്റർ ട്രാക്കിലാണ് മത്സരങ്ങൾ നടക്കുക എന്ന പ്രത്യേകതയുമുണ്ട്. 28-ന് രാവിലെ 7-ന് നടത്ത മത്സരങ്ങൾ അരങ്ങേറും. 28-ന് വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം K കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, വൈസ് പ്രസിഡന്റ് ശാന്തമ ഫിലിപ്പ് എന്നിവർ സമ്മാനദാനം നിർവഹിക്കും. വിവിധ തലങ്ങളിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ തലവന്മാരും അംഗങ്ങളും ചടങ്ങുകളിൽ പങ്കെടുക്കും. മത്സരാർത്ഥികൾക്കും അനുഗമിക്കുന്ന അധ്യാപകർക്കും മത്സരം നിയന്ത്രിക്കുന്നവർക്കും 27, 28 ദിവസങ്ങളിൽ ഭക്ഷണമൊരുക്കും. ചെറുവത്തൂർ പ്രസ് ഫോറത്തിൽ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ സംഘാടക സമിതി ജനറൽ കൺവീനറും DDE ഇൻചാർജുമായ PK രഘുനാഥ്, കൺവീനറും ചെറുവത്തൂർ AEOയുമായ KP പ്രകാശ് കുമാർ, സ്പോർട്സ് കോർഡിനേറ്റർ KM ബല്ലാൾ, ഓർഗനൈസിംഗ് സെക്രട്ടറി K വിജയകൃഷ്ണൻ, ചെറുവത്തൂർ ഉപജില്ലാ സെക്രട്ടറി PP അശോകൻ, മീഡിയ ചെയർമാൻ ഉർമീസ് തൃക്കരിപ്പൂർ, കൺവീനർ ബാലചന്ദ്രൻ അരവിൽ, PP പ്രഭാകരൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കവ്വായിക്കായൽ സംരക്ഷണത്തിനായി സംസ്ഥാന സർക്കാർ 1.20 കോടി അനുവദിച്ചു. കവ്വായിക്കായലിനെ ലോക തണ്ണീർത്തട സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കാനാണ് നടപടി. ഇതോടെ കവ്വായിക്കായലിന്റെ ടൂറിസം സാധ്യതയ്ക്കും പുത്തനുണർവാകും. ശ്രീകൃഷ്ണൻ MLA സർക്കാരിൽ നടത്തിയ സമ്മർദ്ദത്തിന്റെ ഫലമായി കോഴിക്കോട് ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രം 2014-ൽ കവ്വായിക്കായലിനെ കുറിച്ച് പഠനം നടത്തി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. കവ്വായിക്കായൽ ലോക തണ്ണീർത്തട പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടതിന്റെ അനിവാര്യത ഈ റിപ്പോർട്ടിലൂടെ സർക്കാരിന് ബോധ്യപ്പെടുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കായൽ സംരക്ഷണത്തിന് സർക്കാർ നടപ്പാക്കേണ്ട പദ്ധതികളുടെ റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കാൻ ആവശ്യപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്ത പദ്ധതികൾക്കാണ് സർക്കാർ അംഗീകാരം നൽകി 1.20 കോടി രൂപ അനുവദിച്ചത്. കായലുമായി ബന്ധപ്പെടുന്ന പയ്യന്നൂർ, നീലേശ്വരം നഗരസഭകളിലും മാടായി, കുഞ്ഞിമംഗലം, തൃക്കരിപ്പൂർ, വലിയപറമ്പ, പടന്ന, ചെറുവത്തൂർ പഞ്ചായത്തുകളിലുമാണ് പദ്ധതി നടപ്പാക്കുക. 13 പ്രൊജക്ടുകളാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്നത്. ഇതിൽ കായൽ സംരക്ഷണ ഭിത്തികൾ, വെള്ളത്തിന്റെ ഗുണനിലവാര പരിശോധന, ഇടയിലക്കാട് മാടക്കാൽ ബണ്ടുകൾക്ക് കലുങ്ക് നിർമ്മാണം, കായൽ തീരങ്ങളിൽ കക്കൂസുകളില്ലാത്ത കുടുംബങ്ങൾക്ക് കക്കൂസ് നിർമ്മാണം, കായലിലേക്ക് മലിനജലം ഒഴുക്കുന്നത് തടയൽ, വിദഗ്ധ പഠനത്തിന് ശേഷം വലിയപറമ്പ പഞ്ചായത്തിൽ ചെറുകിട ശുദ്ധജല പദ്ധതി തുടങ്ങിയവ ഉൾപ്പെടുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കൃഷി, വനം, ഫിഷറീസ് വകുപ്പുകളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വാട്ടർ ക്വാളിറ്റി വിഭാഗം മേധാവി ഡോക്ടർ PS ഹരികുമാറാണ് പ്രൊജക്ട് ഇൻവെസ്റ്റിഗേറ്റർ. ഡോക്ടർ ദിനേശൻ, ശശിധരൻ പള്ളിക്കുടിയൻ, ഗിരീഷ് ഗോപിനാഥ് എന്നിവരും ഒപ്പമുണ്ട്. പദ്ധതി നിർവഹണത്തിന്റെ ആദ്യ യോഗം 28-ന് പയ്യന്നൂർ KK റെസിഡൻസിയിൽ ശ്രീകൃഷ്ണൻ MLAയുടെ അധ്യക്ഷതയിൽ നടക്കും. പദ്ധതി നടപ്പാക്കുന്ന പ്രദേശങ്ങളിലെ നഗരസഭാ അധ്യക്ഷന്മാരും ഉപാധ്യക്ഷന്മാരും പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരും യോഗത്തിൽ പങ്കെടുക്കും. നീലേശ്വരം, തൈക്കടപ്പുറം, അഴിമുഖം മുതൽ
പാലക്കോട് വലിയ കടപ്പുറം അഴിമുഖം വരെ നീണ്ടുകിടക്കുന്ന പുഴയും ഇതിനൊപ്പം ചേരുന്ന 7 പുഴകളും ചേർന്നതാണ് കൗവായി കായൽ. കായലിന് 1256 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണവുമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴ മേലെ ബസാറിൽ യുദ്ധവിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. KPCC നിർവാഹക സമിതി അംഗം VV കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴ മേലെ ബസാറിൽ വർഗീയ വിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. KPCC നിർവാഹക സമിതി അംഗം V കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KK സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. റോഷി ജോസ്, മനോജ് വടക്കൽ, TV കുഞ്ഞമ്പു നായർ, ഫാദർ ടോമി എടാട്ട്, ഗോക്കടവ് ചന്ദ്രശേഖരൻ, അബ്ദുറഹിമാൻ മദനി പടന്ന തുടങ്ങിയവർ സംസാരിച്ചു. പഴയങ്ങാടി എരിപുരത്തെ നടുറോഡിൽ ഇലക്ട്രിക് പോസ്റ്റ് സ്ഥാപിച്ചത് അപകടങ്ങൾക്ക് കാരണമാകുന്നു. KSTPയുടെ തലതിരിഞ്ഞ നടപടിയിൽ വ്യാപക പ്രതിഷേധം. പിലാത്തറ പാപ്പിൻശ്ശേരി റോഡ് KSTP പദ്ധതിയിൽ ഉൾപ്പെടുത്തി അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തുമ്പോൾ നടുറോഡിൽ വൈദ്യുതത്തൂൺ സ്ഥാപിച്ച നടപടിയാണ് വിവാദമാകുന്നത്. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി എരിപുരം ജംഗ്ഷനിലാണ് വിവാദമായ വൈദ്യുതത്തൂൺ സ്ഥാപിച്ചത്. എരിപുരം ജംഗ്ഷനിൽ നിന്ന് വാഹനങ്ങൾ തളിപ്പറമ്പ് റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ അപകടം സംഭവിക്കാവുന്ന രീതിയിലാണ് വൈദ്യുതത്തൂൺ സ്ഥാപിച്ചിരിക്കുന്നത്. സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടം സംരക്ഷിക്കാനാണ് വൈദ്യുതത്തൂൺ റോഡിൽ സ്ഥാപിച്ചത് എന്നാണ് നാട്ടുകാരും സമീപത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളും പറയുന്നത്. ഇപ്പോൾ റോഡിൻ്റെ നടുക്കാണുള്ളത്. ഇതേ രീതിയിൽ തന്നെ ഇത് പിന്നെ റോഡിൽ ഇത് തന്നെ വെച്ചുകൊണ്ടാണ് ഇവിടെ ടാറിങ് ചെയ്യുന്നതെങ്കിൽ ഭാവിയിൽ നിരന്തരമായ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. കാരണം ഇവിടെ സിഗ്നലിൻ്റെ ലൈറ്റ് ഇവിടെ വന്നു, അതിന് തൊട്ടപ്പുറമാണ് റോഡ് സൈഡിൽ തന്നെയാണ് ആ പോസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇനി ഇവർ പറയുന്ന ഈ ഭാഗത്തേക്ക് ഭാഗത്തേക്കുള്ള വണ്ടി ഇതിലൂടെ തിരിച്ചുവിടുകയാണ്. അത് ഒരിക്കലും നടക്കുന്ന കാര്യമാണ്. കാരണം ആ പോസ്റ്റ് അവിടെ ഈ പോസ്റ്റ് വരും. സ്വകാര്യ വ്യക്തിക്ക് വേണ്ടിയിട്ട് മാറ്റുന്ന രീതിയിലേക്കാണ് ഇന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പോസ്റ്റ് ഇന്ന് ഈ റോഡിന് നടുക്കാൻ സ്ഥിതി ചെയ്യുന്നത്. അത് ഏത് സമയത്തും വൻ അപകടം സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇത് സ്വകാര്യ വ്യക്തിക്ക് വേണ്ടിയിട്ട് ആണ് ആ പോസ്റ്റ് മാറ്റാതിരിക്കുന്നതിന് വ്യാപകമായ പരാതി പറഞ്ഞിട്ടുണ്ട്. നിരവധി തവണ നമ്മൾ അധികൃതർക്കും MLAക്കും പരാതി കൊടുത്തതാണ് ആ പോസ്റ്റ് അടിയന്തരമായിട്ട് മാറ്റണം. അശാസ്ത്രീയമായ രീതിയിൽ സ്ഥാപിച്ച വൈദ്യുതത്തൂൺ മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കോറസ് കലാസമിതിയുടെ സംസ്ഥാന നാടകോത്സവം 6ാം ദിവസത്തിലേക്ക്. വേദി പടക്കളമാക്കി കോഴിക്കോട് സങ്കീർത്തനയുടെ മാമാങ്കം അരങ്ങുതകർത്തു. നാടകം വെറുമൊരു കാഴ്ചവസ്തുവല്ല, ഒരു സാമൂഹ്യ വിമർശനത്തിന്റെ ആയുധം കൂടിയാണ്. അടിമത്തത്തിലാണ്ട സമൂഹത്തെ ജീവിതത്തിന്റെ നാൾവഴികളിലേക്ക് കൈപിടിച്ചുയർത്താൻ നാടകവും ഒരു സമരായുധമായിരുന്നുവെന്നത് ചരിത്രസത്യം. ആ ധാരണയുള്ളവരുടെ കൂട്ടായ്മയാണ് കോറസ് കലാസമിതിയും മാണിയാട്ടെ ബഹുജനങ്ങളും. നാടകത്തിലൂടെ സാമൂഹ്യ വിമർശനം ആയുധമാക്കിയ NN പിള്ളയുടെ പേരിൽ സംഘടിപ്പിച്ച നാടക മത്സരം അക്ഷരാർത്ഥത്തിൽ നാടിന്റെ ബഹുജനോത്സവമായി മാറ്റിയിരിക്കുകയാണ്. 5ാം ദിവസം അരങ്ങിലെത്തിയ കോഴിക്കോട് സങ്കീർത്തനയുടെ പുതിയ നാടകമായ മാമാങ്കം നിറഞ്ഞ സദസ്സിനു മുൻപിൽ അരങ്ങുതകർത്തു. നവംബർ 25 ബുധനാഴ്ച കൊച്ചിൻ സംഘമിത്രിയുടെ കുടുംബ പുസ്തകം അരങ്ങിലെത്തും. K കുഞ്ഞിരാമൻ MLA ചെയർമാനും MV കോമൻ നമ്പ്യാർ വർക്കിംഗ് ചെയർമാനും TV ബാലൻ ജനറൽ കൺവീനറുമായ വിപുലമായ സംഘാടക സമിതിയുടെ പ്രവർത്തന മികവിൽ ബഹുജന പങ്കാളിത്തത്തോടെ സംഘടിപ്പിച്ച NN പിള്ള സ്മാരക 4ാമത് സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിന് 3 നാൾ കൂടി കഴിയുന്നതോടെ തിരശ്ശീല താഴും. നവംബർ 25 ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര അക്രമവിരുദ്ധ ദിനം. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പെരുമ്പ ടാക്സി സ്റ്റാൻഡിന് സമീപം നടന്ന പരിപാടി CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. 950ഓളം വരുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ 560ഓളം വരുന്ന ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കേരളത്തിലൊരു പൊതുചിത്രം ഇങ്ങനെയായിരിക്കുമ്പോൾ പയ്യന്നൂരിലും സ്ഥിതി വ്യത്യസ്തമല്ല എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. ചടങ്ങിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത മഹിളാ അസോസിയേഷൻ പ്രതിനിധികൾക്ക് ആദരം സംഘടിപ്പിച്ചു. എതിർദിശ എഡിറ്റർ PK സുരേഷ് കുമാർ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. മാലതി അധ്യക്ഷയായിരുന്നു. PV സരോജിനി, KP ജ്യോതി, ശ്യാമള എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു.
സെന്റ് മേരീസ് യു പി സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പയ്യന്നൂർ സബ് ജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ പുഞ്ചക്കാട് സെന്റ് മേരീസ് യു പി സ്കൂളിൽ ഏകദിന നാടകക്കളരി സംഘടിപ്പിച്ചു. നാടക സിനിമാ സംവിധായകൻ MD അന്നൂർ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ സബ് ജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ പുഞ്ചക്കാട് സെന്റ് മേരീസ് യു പി സ്കൂളിൽ വെച്ച് ഏകദിന നാടകക്കളരി സംഘടിപ്പിച്ചു. അഭിനയകലയുടെ മാസ്മരിക ലോകത്തേക്ക് കുട്ടികളെ കൈപിടിച്ച് നടത്തുന്നതിനായി സംഘടിപ്പിച്ച നാടകക്കളരി സിനിമാ നാടക സംവിധായകൻ MD അന്നൂർ ഉദ്ഘാടനം ചെയ്തു. നാടകം എന്ന് പറയുമ്പോൾ നേരത്തെ നിങ്ങളുടെ ടീച്ചർ അനൗൺസ് ചെയ്യുമ്പോൾ പറഞ്ഞതുപോലെ നാടകം എന്ന് പറയുമ്പോൾ നാട്ടിനകം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നതായ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരു കളരി എന്ന രീതിയിൽ സിസ്റ്റർ അനീഷ സ്വാഗതം ആശംസിച്ചു. TTV രാഘവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. KK സുരേഷ്, VV രവീന്ദ്രൻ, VM രാജീവൻ, CM വിനയചന്ദ്രൻ, അജേഷ് കടന്നപ്പള്ളി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. K സുരേഷ്, മുഹമ്മദ് അഷറഫ്, VV രവീന്ദ്രൻ തുടങ്ങിയവർ ക്ലാസ് നയിച്ചു. മാടായി സബ് ജില്ലാ കലോത്സവം നവംബർ 30, ഡിസംബർ 1, 2, 3 തീയതികളിൽ മാടായിയിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പഴയങ്ങാടിയിൽ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 30, ഡിസംബർ 1, 2, 3 തീയതികളിൽ വെച്ചിട്ട് വളരെ നന്നായി നടത്താൻ വേണ്ടി ഉള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതിന് വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. മാടായി ഉപജില്ലയിലെ 96 സ്കൂളുകളിൽ നിന്നായി 4000-ഓളം കുട്ടികളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുക. മാടായി ബോയ്സ്, ഗേൾസ്, മാടായി LP, മാടായി ബാങ്ക് ഹാൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒരുക്കിയ 10ഓളം വേദികളിലാണ് മത്സരം നടക്കുക. സംസ്കൃതോത്സവവും അറബിക് കലോത്സവവും എന്നിവയും കലോത്സവത്തിന്റെ ഭാഗമായി നടക്കും. കലോത്സവത്തിന്റെ ഭാഗമായുള്ള വിളംബര ഘോഷയാത്ര 26-ന് 3 മണിക്ക് നടക്കും. വാർത്താസമ്മേളനത്തിൽ E ജനാർദ്ദനൻ, SK ആബിദ, MV നജീബ്, ഡോക്ടർ ജിനേഷ് കുമാർ, PC വിനോദ്, ജയശങ്കരൻ, മധുസൂദനൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീറിന് തൃക്കരിപ്പൂരിൽ വ്യാപാരികൾ സ്വീകരണം നൽകി. വ്യാപാരി നേതാവ് KV ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂരുകാരനായ AGC ബഷീറിന് തൃക്കരിപ്പൂരിലെ വ്യാപാരികൾ സമുചിതമായ സ്വീകരണമൊരുക്കി. മുസ്ലിം ലീഗിൽ കുഞ്ഞാലിക്കുട്ടിക്ക് തുല്യം പ്രവർത്തകർ ഇഷ്ടപ്പെടുന്ന നേതാവായി കഴിഞ്ഞിരിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത AGC ബഷീർ എന്ന് യോഗം വിലയിരുത്തി. ജില്ലാ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈസ് പ്രസിഡന്റ് KV ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. ബഷീറിനെ പൊന്നാടി അണിയിച്ചു. TP ഷാഹുൽ ഹമീദ് ഉപഹാരം നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP ഫൗസിയ, പഞ്ചായത്ത് അംഗങ്ങളായ VK ബാവ, സത്താർ വടക്കുംപാട്, AG നൂറുൽ അമീൻ, K മുഹമ്മദ് ഹനീഫ തുടങ്ങിയവർ പ്രസംഗിച്ചു. വിളയാങ്കോട് പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. വിളയാങ്കോട് പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സ്വീകരണ പരിപാടി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് VP ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. ഈ ജനാധിപത്യ പ്രക്രിയയിൽ ജനകീയാസൂത്രണം നിലവിൽ വന്നതിന് ശേഷം പഞ്ചായത്തുകൾക്ക് കൈവന്ന ആ അധികാരവും സമ്പത്തും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ മേൽക്കുമേൽ ഉയർത്താൻ വേണ്ടി കഴിയുന്ന തരത്തിൽ പ്രസിഡന്റ് KR പത്മനാഭൻ അധ്യക്ഷനായിരുന്നു. KG വത്സരകുമാരി, PO മോഹനൻ, NV രമ എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. കളഞ്ഞു കിട്ടിയ 5.5 പവൻ സ്വർണ്ണാഭരണം ഉടമസ്ഥന് തിരിച്ചേൽപ്പിച്ച് പഴയങ്ങാടി ചെങ്ങലിലെ ചിറയിൽ ഷാജി മാതൃകയായി. കണ്ണപുരം SI ബിനു മോഹന്റെ സാന്നിധ്യത്തിലാണ് ആഭരണം തിരിച്ചേൽപ്പിച്ചത്. 2 ആഴ്ച മുൻപാണ് കൽപ്പണിക്കാരനായ ഷാജിക്ക് ഇരണാവ് റോഡിൽ വെച്ച് റോഡരികിൽ നിന്നും സ്വർണ്ണാഭരണം കളഞ്ഞു കിട്ടിയത്. ഷാജി ഇത് കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന MP ലതയും ഭർത്താവ് മധുസൂദനും കണ്ണൂരിലേക്കുള്ള യാത്രാമധ്യയാണ് ആഭരണം നഷ്ടപ്പെട്ടത്. മാലയുടെ കൊളുത്തഴിഞ്ഞ് റോഡിൽ വീഴുകയായിരുന്നു. മാല നഷ്ടപ്പെട്ടതായി ഇവർ കണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകിയിരുന്നു. പോലീസ് വിവരം മാധ്യമങ്ങളെ അറിയിച്ചു. മാധ്യമങ്ങൾ വഴിയാണ് മാലയുടെ ഉടമസ്ഥനെ കണ്ടെത്താനായത്. ഷാജിയുടെ പ്രവൃത്തി ഏറെ മാതൃകാപരമാണെന്ന് SI ബിനുമോഹൻ പറഞ്ഞു. മാല തിരിച്ചേൽപ്പിച്ച ഷാജിയുടെ നല്ല മനസ്സിനെ സുഹൃത്തുക്കളും നാട്ടുകാരും അനുമോദിച്ചു. ഇതുപോലുള്ള നമുക്കറിയാം, ഇന്ന് സ്വർണത്തിൻ്റെ വില കൂടി വരികയാണ്. ഇതുപോലുള്ള നന്മയുള്ള പ്രവൃത്തികളൊന്നും ഇന്നിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അന്യം നിന്നുകൊണ്ടിരിക്കുക. അതുപോലെ ഷാജി പോലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിന് തീർച്ചയായിട്ടും ഒരു മാതൃകയാണ്. യാത്രാമധ്യയിൽ സീൽ ന്യൂസിൽ
8 ദിവസം മുന്നേ അല്ല 10 ദിവസം ഒരാഴ്ച കഴിഞ്ഞ ശേഷമാണ് ഞാൻ ന്യൂസ് ശ്രദ്ധിക്കുന്നത്. അതിൽ സി ന്യൂസിൽ കണ്ടിട്ടാണ് ഞാനിത് റിപ്പോർട്ട് ചെയ്തത് പോലീസുകാരോട്. സി ന്യൂസിനും പ്രത്യേകം നന്ദി. കണ്ണപുരം പോലീസ് സ്റ്റേഷനിലെ SI-മാരായ സി ശ്രീധരൻ, എ രവീന്ദ്രൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ എ രാജേഷ്, കെ അനിഴൻ, ടോമി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് മാല ഉടമസ്ഥന് കൈമാറിയത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. അപൂർവ ഇനം നാഗത്താൻ പാമ്പിനെ പുളിങ്ങോത്ത് നിന്ന് പിടികൂടി. പാമ്പുപിടുത്തക്കാരൻ പവിത്രൻ അന്നൂക്കാരനാണ് പാമ്പിനെ പിടികൂടിയത്. ഒരു മീറ്ററോളം നീളം വരുന്ന നാഗത്താൻ പാമ്പ് പറക്കും പാമ്പ് എന്ന പേരിലും അറിയപ്പെടുന്നു. ചുവപ്പ്, പച്ച, കറുപ്പ് എന്നീ നിറങ്ങളിൽ കാണപ്പെടുന്ന ഈ പാമ്പ് വിഷമില്ലാത്തവയാണ്. പാമ്പിന്റെ കടിയേറ്റ് ചികിത്സയിലായിരുന്ന പവിത്രൻ ദിവസങ്ങൾക്ക് മുൻപാണ് വീണ്ടും പാമ്പ് പിടുത്തം ആരംഭിച്ചത്. പിടികൂടിയ നാഗത്താൻ പാമ്പിനെ കാട്ടിൽ ഉപേക്ഷിക്കാനാണ് തീരുമാനം. ഈ പാമ്പിൻ്റെ പേര് പറക്കും പാമ്പ് അല്ലെങ്കിൽ നാഗത്താൻ പാമ്പ്. തീരെ വിഷമില്ലാത്തൊരു പാമ്പാണ്. മലയോര മേഖലകളിൽ മാത്രം കണ്ടുവരുന്ന ഒരുതരം പാമ്പായത്. ആറളം ഭാഗത്ത് അല്ലെങ്കിൽ പുളിങ്ങോം ഏരിയയിൽ ആ ഭാഗത്ത് മാത്രമേ ഈ പാമ്പിനെ കാണപ്പെടാറുള്ളൂ. ഇതിപ്പോൾ ഇന്ന് പുളിങ്ങോം ഏരിയയിൽ വെച്ച് പിടിച്ച ഒരു പാമ്പാണ്. 1 മീറ്ററോളം നീളം വരും പാമ്പിന്. തീരെ വിഷമില്ല. മലയോര മേഖലകളിലാണ് ഈ പാമ്പ് അധികമായും കണ്ടുവരുന്നത്. കുളപ്പുറം വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ട LDF അംഗങ്ങൾക്ക് സ്വീകരണം നൽകി. സ്നേഹപൂർവ്വം ചെറുതാഴം സ്ഥാനാർത്ഥികൾക്കൊപ്പം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയിൽ PV വിനോദ് അധ്യക്ഷനായിരുന്നു. സി കുഞ്ഞിക്കണ്ണൻ, R അജിത, IV ശിവരാമൻ, ലെനിൻ രാജ്, ദിവാകരൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. ഗംഗാധരൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് ഓട്ടൻതുള്ളൽ അരങ്ങേറി. പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. പയ്യന്നൂർ മർച്ചന്റ്സ് യൂത്ത് വിങ് മാതമംഗലത്തെ അഞ്ജലി വിദ്യാനികേതനിൽ ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്തു. യൂത്ത് വിങ് പ്രസിഡന്റ് സായി കിഷോറിന്റെ അധ്യക്ഷതയിൽ ചേംബർ പ്രസിഡന്റ് KU വിജയകുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. സർക്കാർ ജീവനക്കാർ സംഘടനാ പ്രവർത്തനം അവധി ദിനങ്ങളിൽ മാത്രം നടത്തണമെന്ന് സംസ്ഥാന സർക്കാരിന് ശുപാർശ. പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക്. സംഘടനാ പ്രവർത്തനം തീർത്തും ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ വിലപേശാനുള്ള അധികാരത്തെ, തൊഴിലാളികളുടെ, ജീവനക്കാരുടെ വിലപേശാനുള്ള അധികാരത്തെ എന്നൊന്നും കടുത്ത ചൂഷണത്തിന് വിധേയമാക്കുക എന്ന പൊതു സമീപനത്തിൻ്റെ ഭാഗം തന്നെയാണ് ജീവനക്കാരുടെ മേലേക്കും ഇപ്പോൾ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നതും റിപ്പോർട്ട് വരുന്നതും എന്നുള്ളതാണ്. കാരണം അവരുടെ അവകാശങ്ങൾ, അവരുടെ ആനുകൂല്യങ്ങളെല്ലാം നിഷേധിക്കുമ്പോൾ അതൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടി അവർക്കൊരൊറ്റ മാർഗമേ ഉള്ളൂ, സംഘടനാ പ്രവർത്തനം. ആ സംഘടനാ പ്രവർത്തനത്തെയും അതേപോലെ തന്നെ ജീവനക്കാരുടെ സാംസ്കാരിക പ്രവർത്തനങ്ങളെയും ഒക്കെ നിരോധിക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ് ഇത്തരം സംഘടനാ പ്രവർത്തനത്തെയും അതേപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തനത്തെയും എല്ലാം വളരെ ഭീതിയോടെ നോക്കിക്കാണുന്നു എന്നതിന് വ്യക്തമായിട്ടുള്ള ഒരു തെളിവാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ജോലി ചെയ്യുന്ന സമയത്ത് സംഘടനാ പ്രവർത്തനം നടത്താൻ പാടില്ല. സാധാരണ ജനങ്ങൾ പല ആവശ്യങ്ങൾക്കും വേണ്ടി സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ സമീപിക്കുകയും ഓഫീസുകൾ പോവുകയും ചെയ്യുമ്പോൾ അവർക്കൊരിക്കലും നീതി കിട്ടുന്നില്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞ് കല്യാണത്തിനും മറ്റ് ആവശ്യങ്ങൾക്കും പോയി ജനങ്ങളെ പീഡിപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സ്കൂൾ ഇല്ലാത്ത സമയത്ത് വെക്കണം. എന്നാലും കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ടല്ലോ. പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് അധ്യാപകരില്ലാതെ കൊണ്ട് സ്കൂളിലെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. നമ്മൾ കഷ്ടപ്പെട്ടിട്ട് കുട്ടികളെ പറഞ്ഞേക്കുന്നു. നമ്മൾ എല്ലാവരെ പണിയെടുത്താൽ മാത്രമേ നമുക്ക് കുട്ടികളെ നല്ല രീതിയിലാക്കാൻ പറ്റുന്നുള്ളൂ. ഇത് ചെയ്ത് നേരെ ശമ്പളത്തോടു കൂടി അവർ ലീവ് എടുക്കുകയാണ്. അത് കാശ് പോകുന്നത് സാധാരണ പൈസയാണ് പോകുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ ഈ ശമ്പള കമ്മീഷൻ പറഞ്ഞാൽ അക്ഷരം പ്രതി 101 വരെ ശരിയാണ്.
മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂർ താലൂക്ക് ഇപ്പോഴും കടലാസിൽ. മുഖ്യമന്ത്രിയുടെ ഉറപ്പ് പാഴ്വാക്കാകില്ലെന്ന് പ്രതീക്ഷയിൽ ജനങ്ങൾ. ചെറുകുന്ന, താവം, പുന്നച്ചേരി പ്രദേശങ്ങളിൽ ജപ്പാൻ കുടിവെള്ളം കിട്ടാക്കനിയെന്ന് നാട്ടുകാർ. നവംബർ 25 ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര അക്രമവിരുദ്ധ ദിനം. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പഴയങ്ങാടി എരിപുരത്തെ നടുറോഡിൽ ഇലക്ട്രിക് പോസ്റ്റ് സ്ഥാപിച്ചത് അപകടങ്ങൾക്ക് കാരണമാകുന്നു. കവ്വായി കായൽ ലോക തണ്ണീർത്തട പട്ടികയിലേക്ക്. കായൽ സംരക്ഷണത്തിന് സംസ്ഥാന സർക്കാർ 1.20 കോടി അനുവദിച്ചു. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.